അങ്ങനെ എല്ലാവരും കണ്ട് എത്ര ദിവസമായല്ലേ? സത്യം പറഞ്ഞാൽ മെയിൻ കാര്യം ഒന്ന് കയ്യിൽ 5 പൈസ ഇല്ല, അതാണ് മെയിൻ കാര്യം. 5 പൈസ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ദാരിദ്ര്യം പറയില്ലേ ബ്രോ, ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ സൂപ്പർ ടാക്സ് ഉണ്ടാക്കലെന്ന് പറയും. ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിരുന്നു സിറ്റുവേഷൻ, അതുകൊണ്ട് ട്രാവലോ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീട്ടിൽ ഇരുന്ന് ലൈഫ് സ്റ്റോറി ചെയ്തായിരുന്നു, എൻ്റെ സ്വന്തം കഥകൾ പറഞ്ഞായിരുന്നു. ഒരു 3 വീഡിയോ ചെയ്ത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞ് അത്ര ബോറിംഗ് ആണ്, പോരാന്ന് പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എല്ലാവർക്കും എല്ലാ വീഡിയോ ഇഷ്ടപ്പെടില്ല. സമാറ്റ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രാവലോ ഇഷ്ടപ്പെടില്ല, ട്രാവലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സമാറ്റ വീഡിയോ ഇഷ്ടപ്പെടില്ല, ലൈഫ് സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബാക്കി ഒരു വീഡിയോ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഓരോ ആൾക്കാർ ഓരോ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്യണം അല്ലേ? എല്ലാ ഓഡിയൻസും വേണ്ട, നമുക്ക് പയ്യന്മാരും വേണം, ഫാമിലിയും വേണം, കിഡ്സും വേണം അല്ലേ? എല്ലാം വേണ്ടേ? എങ്കിലല്ലേ ഒരു കോംബോ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രാവലോ ചെയ്യണം ആയതുകൊണ്ട് കുറച്ച് പൈസ സെറ്റ് ചെയ്യണം മെയിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച മൊത്തം ഓട്ടത്തിലായിരുന്നു. മെയിൻ കാര്യം വീട്ടുവാടക കൊടുത്തില്ല, അതിപ്പോൾ കൊടുത്തതേ ഉള്ളൂ. കുറച്ച് പൈസ റെഡി ആക്കിയിട്ട് അപ്പോൾ ഇനി എന്തായാലും ഫ്രീ ആയി, വേറെ വിഷയമൊന്നുമില്ല, ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബിന് വേണ്ടി എന്തൊക്കെ ചിലവാക്കണം, അതായത് യൂട്യൂബർ ആവാൻ എന്തൊക്കെ വേണം, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കമോൺ ഗൈസ്, ഒട്ടൊക്കെ നിൽക്കുന്നു ഡയലോഗ് പറഞ്ഞില്ലേ? അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, ഒട്ടൊക്കെ നിൽക്കണം. ബാ 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 ബാ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പറ. അപ്പോൾ നമുക്കൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് താല്പര്യം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. താല്പര്യം വേണം, മനസ്സിനകത്ത് നല്ല ആഴത്തിൽ കട്ടയ്ക്ക് വേണം. ഞാൻ പറയും പോലെ കട്ടയ്ക്ക് നിൽക്കണം ബാബ, അതേപോലെ തന്നെ. അപ്പോൾ ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ജോലി നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ അല്ലേ? ഒന്ന് ക്യാമറ മുമ്പ് നിൽക്കാൻ താല്പര്യം വേണം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ പിന്നിൽ എഡിറ്റിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. ഇതിലാകെ ഒരു താല്പര്യം മതി നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ക്യാമറയുടെ പിന്നിലായിരുന്നു ആദ്യമൊക്കെ. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ ക്യാമറ ഷൂട്ട് ചെയ്യാനൊക്കെ. പിന്നെ ക്യാമറ മുമ്പ് വരാൻ ഭയങ്കര നാണമാണ്, അതുകൊണ്ടാണ് കൂട്ടുകാരെ വിളിച്ചിട്ട് പോയത് ട്രിപ്പൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവരെ കൊണ്ടെങ്കിൽ സപ്പോർട്ടിങ് ആയിരിക്കും. അങ്ങനെ തുടങ്ങിയ ചാനലാണ് ഫ്ലാഷ് ബാക്ക്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയി ഒന്ന് കുളിച്ച് പിന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കാപ്പി കുടിച്ച്. കാപ്പി അത്ര പോരാ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് പോകുന്നത് കുറച്ച് സ്ഥലങ്ങളുണ്ട്, മാട്ടുപ്പെട്ടി ഡാം, പിന്നെ എക്കോ പോയിന്റ്. ഇത്രയും സ്ഥലം കണ്ടിട്ട് ബാക്കി അവിടെ നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് പിന്നെ ഉള്ള വീഡിയോസിൽ അവരൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ടിയിരിക്കണം. അങ്ങനെ ചെയ്യേണ്ടി വന്ന സമയത്ത് കുറച്ച് നാണമൊക്കെ മാറി, പതുക്കെ ഫുൾ നാണവും മാറി. നല്ല എന്താ പറയാ, പബ്ലിക്കിൽ പോയി നല്ലപോലെ വീഡിയോ ചെയ്യാനുള്ള ധൈര്യം വന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മൾ KLTN ഫാമിലി ആൾക്കാരാണ്. ഓക്കെ, ലൈഫ് അതുപോലെ തന്നെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയില്ലേ? പ്രാക്ടീസ് ചെയ്താൽ മതി, എല്ലാം ശരിയാവും. ഇപ്പൊ ഇതൊക്കെയാണ് ബേസിക്കായ കാര്യം. ഓക്കെ, അപ്പൊ ഇനിയാണ് നമുക്ക് ചിലവുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഫസ്റ്റ് വേണ്ടത് നല്ലൊരു ക്യാമറ വാങ്ങണം. ഒന്ന് ഗോപ്രോ ക്യാമറ. അത് ഗോപ്രോ എല്ലാവർക്കും വേണ്ടി വരില്ല, മെയിനായിട്ട് ട്രാവലോ ചെയ്യണല്ലേ, ബൈക്ക് റൈഡ് പോകുന്ന ആൾക്കാർ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഗോപ്രോ ആവശ്യമാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് ഹോം ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ, ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ആൾക്കാർക്ക് സാധാരണ മൊബൈൽ ക്യാമറ മതി. നല്ല മൊബൈലായിരിക്കണം, നല്ല HD ക്വാളിറ്റി ആയിരിക്കണം, 60 ഫ്രെയിമിലായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത്. പിന്നെ വേണ്ട നല്ലൊരു മൈക്ക് വേണം. നല്ല ഹൈ ക്വാളിറ്റി മൈക്കില്ലെങ്കിൽ പോലും ഒരു മീഡിയം ക്വാളിറ്റി മൈക്കിങ് വേണം. നല്ല സൗണ്ട് ക്ലാരിറ്റി ആയിരിക്കണം. ഈ 2 വിഷയം മതി ഒരു യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇടുന്ന കണ്ടന്റ് പോലേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത്, അതായത് ബേസിക്കായ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർമാർക്ക് ഒരു സാധാരണ ക്യാമറയും മൈക്കും മതി. നമ്മളെപ്പോലെ ട്രാവൽ ലവ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെപ്പോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും ബൈക്ക് റൈഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയത് ഗോപ്രോ തന്നെയാണ്. ഗോപ്രോയുടെ കൂടെ മൈക്ക് അഡാപ്റ്റർ വേണം, പിന്നെ മൈക്ക് വേണം, ചെസ്റ്റ് മൗണ്ടിങ് വേണം, ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് വാങ്ങിച്ചാൽ പറ്റും ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ അല്ലേ? നല്ല ബൈക്കും വേണം. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്, ഞാൻ എന്തൊക്കെ ചിലവാക്കി എന്തൊക്കെ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പോവാം, കമോൺ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ക്യാമറ. എനിക്ക് ഗോപ്രോ ഹീറോ 9 ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ്. അന്ന് വാങ്ങിച്ച സമയത്ത്. ഇപ്പോൾ 25,000-നകത്തായി കാണും. പിന്നെ ഈ ക്യാമറ കൂടെ മൈക്ക് അഡാപ്റ്റർ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വോയിസ് ക്ലിയർ ആവില്ല. ഇതിനകത്ത് മൈക്ക് കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, പക്ഷേ നമ്മൾ റൈഡിങ് ചെയ്യുന്ന നേരത്ത് നോയ്സ് ഉണ്ടാവും. ആ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്ക് അഡാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5,000 അടുപ്പിച്ചാവും, 4,900 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്ക് അഡാപ്റ്റർ ഇവിടെ ഒരു മൈക്ക് വേണ്ടിയിരിക്കുന്നത്. ആ മൈക്കിൻ്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. ലോക്കൽ മൈക്ക് തന്നെ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഈ മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ആവില്ല. അതിന് കൂടെ വേറൊരു സാധനം വാങ്ങേണ്ടിയിരിക്കുന്നത്, അതാണ് TRRS കണക്ടർ. അപ്പോൾ ഈ മൈക്ക് എടുത്ത് ഇതിൽ കണക്ട് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ, എങ്കിൽ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനൊരു 100 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളവിടെ പ്ലേസ് ചെയ്യണ്ടേ? ആ സാധനമാണ് ഗോപ്രോയുടെ ഉലാൻസി കേസ് എന്ന് പറയും. അപ്പോൾ ഈ സാധനം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് 1200 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഗോപ്രോ വന്നിട്ട് നല്ലപോലെ മഴയത്ത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നമുണ്ട്, ഈ ക്യാമറ എടുത്ത് ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഹൈറ്റുള്ള ക്യാപ്പ്, ഇത് റിമൂവ് ചെയ്യണം നമ്മൾ. ഓക്കെ, റിമൂവ് ചെയ്ത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ എലിജിബിലിറ്റി അവിടെ കട്ടാവുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ തുറന്നിട്ട് ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ വെക്കണം. ഓക്കെ,
അത്ര തന്നെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡിൽ ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് വന്നിട്ട് വലിയ സപ്പോർട്ട് ചെയ്യില്ല മഴയത്തൊന്നും. അപ്പോൾ ഇതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. എവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറും, ഇതിൻ്റെ അകത്തൂടെ. പിന്നെ ഇവിടെ കൂടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മൈക്ക് അഡാപ്റ്ററിൽ ഇതിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വെള്ളം കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സാധനം വാങ്ങണം. അതാണ് ഇത് ടാക്ക് കിറ്റ്. ഇതൊരു ഗമ്മ് ക്ലേ പോലെ ഇരിക്കും, ഒരു ബബിൾ ഗം പോലെ. കണ്ടാ, ഇതാണ് സാധനം. ഇതിൻ്റെ അകത്ത് ഇത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നീളത്തിൽ. ഇത് നമ്മൾ ചുരുട്ടി നല്ല റൗണ്ടാക്കി ഇങ്ങനെ ആക്കിയിട്ട് എവിടെയൊക്കെ ഹോളുണ്ടോ അവിടെയൊക്കെ ഇത് ഒട്ടിക്കണം. ഇതാണ് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇത് ഒറ്റക്കൈയിൽ ക്യാമറ പിടിക്കുകയാണ്, അത് പ്രശ്നം. സപ്പോർട്ട് ആരില്ല. എവിടെയൊക്കെ ഹോളുണ്ട് ഈ ഹോളിൻ്റെ അവിടെയൊക്കെ ഇതെങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം, ഗം വെച്ച്. ഇതെങ്ങനെയൊക്കെ ഒട്ടിച്ച് നമ്മളത് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മഴവെള്ളം പോകില്ല. നല്ലപോലെ ഒട്ടിക്കണം, ചുമ്മാ ഒട്ടിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒട്ടിച്ചാൽ മാത്രമേ മഴവെള്ളം അകത്ത് പോകാതെ നിൽക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ GoPro കംപ്ലൈൻറ്റ് പണി കിട്ടും. ആൾറെഡി പണി കെട്ടിയിട്ടുണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 135 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ ഒരെണ്ണം മാത്രം മതി, പക്ഷേ ഒന്നായിട്ട് കിട്ടൂല. വാങ്ങണമെങ്കിൽ ഫുൾ പാക്കറ്റോടെ വാങ്ങണം. അപ്പോൾ മൊത്തം ഒരു 6 കാണുമായിരിക്കും അകത്ത്. കുഴപ്പമില്ല, ഇരിക്കട്ടെ, ഭാവിയിൽ ആവശ്യം വരും. കാരണം ഇത് തീരെ അങ്ങ് പൊടി അടിച്ച് അഴുക്കായി കഴിഞ്ഞാൽ അടുത്ത് യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് അടുത്ത് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് മൗണ്ടിങ് ആണ്. സത്യം പറഞ്ഞാൽ ഈ സാധനം വല്ലാണ്ട് ആവശ്യമില്ല. പിന്നെ കേരള പോലീസിന് റൂൾ കാരണമാണ് നമ്മൾ വാങ്ങിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റിൽ തന്നെ നമുക്ക് ചെസ്റ്റ് മൗണ്ടിങ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അതുകൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്താൽ മാത്രം മതി ക്യാമറ എടുത്ത്. ഇതിനൊരു 400 അടുപ്പിച്ചാവും. ഓക്കെ. പിന്നെ വേണ്ട നല്ല ഹെൽമെറ്റാണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ഹെൽമെറ്റിൻ്റെ പേര് വേഗയാണ്. വേഗ VEGA സോറി. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ്. ഇതൊരു ബേസ് മോഡലാണ്. സത്യം പറഞ്ഞാൽ നല്ല കൂടിയ മോഡൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആ സിറ്റുവേഷൻ ഒന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. എന്തായാലും ഭാവിയിൽ വാങ്ങി. ഓക്കെ. ഇപ്പോൾ ഹെൽമെറ്റ് കൂടെ ഇതൊരു പഴയ സ്റ്റൈലിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ സ്റ്റൈൽ മൗണ്ടിങ് എന്ന് പറഞ്ഞത് സ്ട്രാപ്പ് ഉണ്ട്, കടയിൽ കെട്ടും. ഒരു 350-400 അടുപ്പിച്ചാവും. അപ്പോൾ ആ സ്ട്രാപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറിക്കെട്ടും, അത്ര തന്നെ. ഓക്കെ. അപ്പോൾ ഇത്രയും സാധനം കമ്പൾസറി ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നല്ലപോലെ മോട്ടോറോളജി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത പറഞ്ഞ സാധനമാണ് ഒരു ജാക്കറ്റ് ആൻഡ് ഗ്ലൗസ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ കൈ കഴയ്ക്കും എന്തായാലും. ആ സമയത്ത് ഗ്ലൗസ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലൗസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. ഇത് റൈഡിങ് ഗ്ലൗസ് അല്ല, ഇത് ജിം ഗ്ലൗസ് എന്ന് പറയും. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആണ്. സത്യം പറഞ്ഞാൽ റൈഡിങ്ങിന് വേണ്ടി റൈഡിങ് ഗ്ലൗസിന് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് ഇതാണ് കംഫർട്ട്. സത്യം പറഞ്ഞു വേറെ ഒന്നുമില്ല. മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് വിരൽ കംപ്ലീറ്റ് വെളി വരും ഓപ്പൺ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാപ്പ് നോക്കാൻ ഫോൺ യൂസ് ചെയ്യില്ലേ, ആ ഒരു വിഷയമുണ്ട്. പിന്നെ നല്ല കൂടി ഗ്ലൗസിലാണ് വേറെ വിഷയമില്ല, നമുക്ക് ടച്ച് വർക്ക് ചെയ്യും ഗ്ലൗസിൽ തന്നെ സുഖമായിട്ട്. അപ്പോൾ ഗ്ലൗസ് വേണം. ഓക്കെ. പിന്നെ ഒരു ജാക്കറ്റ് സത്യം പറഞ്ഞാൽ വല്ലാത്ത ആവശ്യമില്ല. പിന്നെ ഒരു റൈഡർ എന്ന നിലയ്ക്ക് ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് വേണം. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 700 അടുപ്പിച്ചായിട്ടുണ്ട് അന്ന് വാങ്ങിച്ച സമയത്ത്. ഇപ്പോൾ ഒരു 800 ആയി കാണുമായിരിക്കും. ഓക്കെ. ഇത് വലിയ പ്രയോജനമില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനും പിന്നെ വല്ലപ്പോയിട്ടുണ്ട് അത്ര തന്നെ. അപ്പോൾ എന്തായാലും മെയിനായിട്ട് ഇത്രയും സാധനം കമ്പൾസറി ആണ്. ഇത്രയും സാധനങ്ങൾ ജാക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫൈനലി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബൈക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ബൈക്ക്, Yamaha FC V3. ഇതിന് ഞാൻ ഇട്ട പേരാണ് ബ്ലാക്ക് ബൈസൺ. അപ്പോൾ ഈ ബൈക്കിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരു മസ്കുലർ ബോഡിയാണ്. അപ്പോൾ എനിക്ക് ബൈസൺ കാളെ ഓർമ്മ വന്നത്, കാരണം ബൈസൺ നല്ല മസ്കുലർ ബോഡി ആയതുകൊണ്ട് അതേ പേരിട്ട്. അതുകൊണ്ട് ബ്ലാക്ക് ബൈസൺ എന്ന പേരാണ് ഈ ബൈക്കിൻ്റെ പേര്, ഞാൻ ഇട്ട പേര്. ഇതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർ സൂപ്പറാണ്. നല്ല പവറും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയി സിറ്റിക്കകത്ത് ഒരു 55 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഹൈവേ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 60 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. നല്ല മൈലേജും ഉണ്ട്, നല്ല പവറും ഉണ്ട് ആവശ്യത്തിന്. സത്യം പറയുമ്പോൾ സാധാരണ ബൈക്കിൽ വ്ളോഗ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലത്തെ മിനിമം 150 cc ബൈക്കിൽ ഉണ്ടെങ്കിൽ ആ റൈഡ് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ടേണിങ്ങിലൊക്കെ നമ്മൾ നല്ലപോലെ കോർണർ ചെയ്ത് പോകാൻ നേരത്ത് വണ്ടി വിടാൻ പാടില്ല കയ്യിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ബൈക്ക് എടുക്കാൻ പറയുന്നത്. ഈ ബൈക്കിൻ്റെ ടയർ കണ്ടാ നല്ല വീതിയുണ്ട്. അപ്പോൾ നമ്മൾ ചില റോഡിലൊക്കെ നമ്മൾ വളഞ്ഞ് പോകാൻ നേരത്ത് നമ്മൾ റോഡിൽ സ്ലിപ്പായി വിടില്ല. അപ്പോൾ എന്തായാലും മോട്ടോർ വ്ളോഗിന് എന്തായാലും ഇതുപോലത്തെ ബൈക്ക് മിനിമം വേണം. അപ്പോൾ ഇതിനും കൂടിയ ബൈക്കിലെടുത്ത ആൾക്കാർ ഓടിക്കുന്നുണ്ട്. പിന്നെ ഇതെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് സാധാരണ ബൈക്ക് മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോഴേക്കും വെറും TVS 50 ചാമ്പിൽ ഇവിടെ നിന്ന് ഹിമാലയ വരെ പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ബൈക്ക് വലിയ വിഷയമില്ല. എന്നാലും ഇതുപോലത്തെ ബൈക്ക് ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടാക്കി എത്ര. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഓൺ ദ റോഡ് റേറ്റ് എന്ന് പറയുന്നത് 1,38,000 ആയിട്ടുണ്ട്. ഞാൻ അടുത്ത EMI വഴിയാണ്, IOB ബാങ്ക് വഴി. എന്തായാലും ലോണെല്ലാം അടച്ചു തീരാൻ നേരത്ത് 170 മാളിൽ പോകും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ നല്ലപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിലവ് നോക്കിയിട്ട് കാര്യമില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ചിലവാക്കേണ്ട ചിലവായേ പറ്റൂ. ഇപ്പോൾ ഇതൊരു തൊഴിൽ പോലെയാണ്, ഒരു മുതൽ മുടക്ക് പോലെയാണ്. ഇതിന് മുടക്കിയാൽ മാത്രമേ പൈസ ഇങ്ങോട്ട് വരുള്ളൂ. അല്ലാതെ വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഹൈ കോമ്പറ്റീഷനാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പഴയ പോലില്ല. 2021 തുടങ്ങി യൂട്യൂബ് അല്ല, ഇപ്പോൾ 2024 ഹൈ കോമ്പറ്റീഷൻ, ഹൈ ക്വാളിറ്റി വീഡിയോസ്, ഹൈ ക്വാളിറ്റി കണ്ടന്റ്. ഓരോ യൂട്യൂബർമാർ പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ലെവലിൽ പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേ പറ്റൂ. അതിന് കുറേ ചിലവൊക്കെ ഉണ്ട്. അതൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വരിക. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകണമെങ്കിൽ പോകാം. അത്ര തന്നെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി നമ്മൾ മാക്സിമം സ്നേഹിക്കുക, മാക്സിമം എഫർട്ട് ഇടുക. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പറയുന്നത് പോകണം. ഇന്നല്ല, നമുക്ക് നാളെ പോകാം. ഇപ്പോഴത്തേക്ക് ട്രയൽ പോയിട്ട് കമോൺ.
അപ്പോൾ ഇതിനെ റൈഡ് വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഷോയ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ, വേറെ ഒന്നും പറയാനില്ല, പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കാണിക്കേണ്ടത് കാണിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കൊണ്ട് ചെയ്യുക. അത് ഏത് ജോലിയായാലും ശരി, യൂട്യൂബ് എന്നല്ല, ഇഷ്ടമുള്ള ജോലി ഒരിക്കലും കൈവിടാൻ പാടില്ല. ആ ഇഷ്ടം എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി മാറിക്കൊണ്ടിരിക്കും. ആ ഇഷ്ടം എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ജോലി കൈവിടില്ല. എത്ര കഷ്ടം വന്നാലും നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അത്ര വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം.